So hello everyone. ഇന്ന് നമ്മൾ മൊഡ്യൂൾ 1 സിസ്റ്റമാറ്റിക്സ് ആൻഡ് എവല്യൂഷണറി ബയോളജിയുടെ MCQ ഡിസ്കഷൻ ക്ലാസ് ആണ്. സോ നമുക്ക് 1 by 1 ആയിട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ആൻസേഴ്സും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് ഇടാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. So the branch of science which deals with classification, naming, identification of organisms on morphological basis without establishing the phylogenetic relationship is termed as. So ഏത് ടാക്സോണമി ആണ്, ഏത് ടൈപ്പ് ഓഫ് ടാക്സോണമി, ഏത് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് മോർഫോളജിക്കൽ ബേസിസിൽ മാത്രം നടക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഓപ്ഷൻ 1 ടാക്സോണമി, ഓപ്ഷൻ 2 സിസ്റ്റമാറ്റിക്സ്, ഓപ്ഷൻ 3 ഫെനറ്റിക്സ് ആൻഡ് ഓപ്ഷൻ 4 ക്ലാഡിസ്റ്റിക്സ്. സോ ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ഫെനറ്റിക്സ് ആണ്. സോ ഫെനറ്റിക്സ് ആണ് മോർഫോളജിക്കൽ ബേസിസിൽ മാത്രമായിട്ട് ക്ലാസിഫിക്കേഷൻ നടക്കുന്നത്. സോ ഫെനറ്റിക്സിന് വേറെ കുറെ പേരുമുണ്ട്. സോ ഈ ഓപ്ഷന്റെ സ്ഥലത്ത് ന്യൂമറിക്കൽ ടാക്സോണമി എന്നോ അല്ലെങ്കിൽ ആഡംസോണിയൻ ടാക്സോണമി എന്നോ ഉണ്ടായിരുന്നെങ്കിലും ആ ഓപ്ഷൻ ആണ് കറക്റ്റ്. സോ ഫെനറ്റിക്സിന് മറ്റൊരു പേരാണ് ന്യൂമറിക്കൽ ടാക്സോണമി അല്ലെങ്കിൽ ആഡംസോണിയൻ ടാക്സോണമി എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഈ ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനകത്ത് മോർഫോളജിക്കൽ ബേസിസ് മാത്രമേ എടുക്കുന്നുള്ളൂ, ഫൈലോജനറ്റിക് റിലേഷൻഷിപ്സ് ഇവിടെ എടുക്കുന്നില്ല. സോ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഫെനറ്റിക്സിനകത്ത് മോർഫോളജിക്കൽ സിമിലാരിറ്റീസ് ആണ് എടുക്കുന്നത്, എവല്യൂഷണറി റിലേഷൻഷിപ്പ് കൺസിഡർ ചെയ്യുന്നില്ല. സോ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തുവെക്കേണ്ട മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ഡെവലപ്പ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേരാണ് സൊക്കൽ ആൻഡ് സ്മീത്ത് എന്നാണ് ഈ സയന്റിസ്റ്റിന്റെ പേര്. ഇത് ഓർത്തുവെക്കുക. പിന്നെ ഉള്ളത് ടാക്സോണമി, സിസ്റ്റമാറ്റിക്സോ ക്ലാഡിസ്റ്റിക്സോ ഇതൊന്നും ആ ആൻസർ വരാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ടാക്സോണമി ഒരു ബ്രോഡ് ഫീൽഡാണ്. അതിനകത്ത് ക്ലാസിഫിക്കേഷൻ, നെയിമിംഗ് ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ബ്രോഡ് ഫീൽഡ് മാത്രമാണ്. സോ അതിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടാക്സോണമി ഉണ്ട്. സിസ്റ്റമാറ്റിക്സിനകത്ത് ഈ ടാക്സോണമി, ക്ലാസിഫിക്കേഷൻ ആൻഡ് ഐഡന്റിഫിക്കേഷന്റെ പ്രൊസീജിയറിന്റെ കൂടെ എവല്യൂഷണറി റിലേഷൻഷിപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ സിസ്റ്റമാറ്റിക്സ് എന്ന് വിളിക്കും. പിന്നെ ഉള്ളത് ക്ലാഡിസ്റ്റിക്സ്. സോ ക്ലാഡിസ്റ്റിക്സ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ കോമൺ ആൻസിസ്ട്രിയുടെയും ഷെയർഡ് ഡിറൈവ്ഡ് ട്രേറ്റ്സിന്റെയും ബേസിസിലാണ് ചെയ്യുന്നതെങ്കിൽ അത് ക്ലാഡിസ്റ്റിക്സ് ആയിട്ട് മാറും. സോ ബേസിക്കലി മോർഫോളജിക്കൽ സിമിലാരിറ്റീസിന്റെ കാര്യം പറയുവാണെങ്കിൽ അതിന് ഫെനറ്റിക്സ് എന്നാണ് നമ്മൾ പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Scientific names of bacteria, fungi, plants and animals are given as per International Union for Biological Nomenclature. Which statement is correct? So, ഇതിനകത്ത് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ബയോളജിക്കൽ നോമൻക്ലേച്ചറിനെ കുറിച്ച് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് there is a single organization for naming all organisms. ഓപ്ഷൻ 2 പറയുന്നത് there is different organizations for naming bacteria. സോ ബാക്ടീരിയക്ക് വേണ്ടി മാത്രം ഡിഫറെന്റ് ഓർഗനൈസേഷൻ എന്നാണ് ഓപ്ഷൻ 2 പറയുന്നത്. ഓപ്ഷൻ 3 there are 3 different organizations for naming bacteria, plants and animals. So ബാക്ടീരിയക്കും പ്ലാന്റ്സിനും ആനിമൽസിനും ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ എന്നാണ് ഓപ്ഷൻ 3 പറയുന്നത്. ഓപ്ഷൻ 4 names of the plants and animals are given by same organization എന്നാണ്, അതായത് പ്ലാന്റ്സിനും ആനിമൽസിനും സെയിം ഓർഗനൈസേഷൻ ആണ് നെയിംസ് കൊടുക്കുന്നതെന്നാണ് ഫോർത്ത് ഓപ്ഷൻ പറയുന്നത്. സോ ഇതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. സോ ബാക്ടീരിയ, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിന് പേര് കൊടുക്കാനായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്. സോ ആ ഓർഗനൈസേഷന്റെ ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് റെഫറൻസിന് വെച്ചിട്ടുണ്ട്. സോ ICNP എന്ന് പറയുന്നത് ഇന്റർനാഷണൽ കോഡ് ഫോർ നോമൻക്ലേച്ചർ ഓഫ് പ്രോകാരിയോട്സ് ആണ്. ഇത് ബാക്ടീരിയം ആൻഡ് ആർക്കിനെ നെയിമിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് ICNP. പിന്നെ ഉള്ളത് ICN, ഇന്റർനാഷണൽ കോഡ് ഫോർ നോമൻക്ലേച്ചർ ഫോർ ആൽഗെ, ഫംഗൈ ആൻഡ് പ്ലാന്റ്സ്. സോ പ്ലാന്റ്സ്, ആൽഗെ ആൻഡ് ഫംഗൈനെ എല്ലാം ഒരുമിച്ച് ഒരു ഓർഗനൈസേഷൻ ആണ് ഉള്ളത്. ഇത് നേരത്തെ ICBN, ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ എന്ന പേരിലാണ് അത് ഉണ്ടായിരുന്നത്. ഇപ്പം അത് ആൽഗെ, ഫംഗൈ ആൻഡ് പ്ലാന്റ്സിന് വേണ്ടിയിട്ടുള്ള ഒറ്റ ഓർഗനൈസേഷൻ ആണ് ഇന്റർനാഷണൽ കോഡ് ഫോർ നോമൻക്ലേച്ചർ ഫോർ ആൽഗെ, ഫംഗൈ ആൻഡ് പ്ലാന്റ്സ്. പിന്നെ ഉള്ളത് സുവോളജിക്കൽ നോമൻക്ലേച്ചർ, അത് ആനിമൽസിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. പിന്നെയുള്ള ഓർഗനൈസേഷൻ വൈറസിനും ഉണ്ട്, പിന്നെ കൾട്ടിവേറ്റഡ് പ്ലാന്റ്സിനുമായിട്ടും സെപ്പറേറ്റ് ആയിട്ട് ഓർഗനൈസേഷൻ ഉണ്ട്. അതാണ് ICVCN ആൻഡ് ICNCP. സോ ഇത്രയാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following shows the correct systematic hierarchy? സോ ഇത്രയും ഹൈറാർക്കീസ് കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഓപ്ഷൻ 4 തൊട്ട് കറക്റ്റ് ആണോ അല്ലയോ നോക്കിപ്പോ. സോ കിങ്ഡം, ഫൈലം, ക്ലാസ്, കൊഹോർട്ട്, ഫാമിലി, ഓർഡർ എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സോ ഇവിടെ മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാല്
ഓർഡർ കഴിഞ്ഞിട്ടാണ് ഫാമിലി വരേണ്ടത്. സോ ഓർഡർ ഫാമിലിനേക്കാളും ബ്രോഡർ ആണ്. ഓർഡർ കഴിഞ്ഞിട്ടാണ് ഇവിടെ ഫാമിലി വരേണ്ടത്. അപ്പം ഓപ്ഷൻ 4 കറക്റ്റ് അല്ല. സോ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ 3യുടെ കാര്യം നോക്കാം. സോ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, കൊഹോർട്ട്. ഇവിടാണ് മിസ്റ്റേക്ക് ഉള്ളത്. ക്ലാസിന്റെയും ഓർഡറിന്റെയും ഇൻ ബിറ്റ്വീൻ ആണ് കൊഹോർട്ട് വരേണ്ടത്. സോ ഇവിടെ കൊഹോർട്ട് ഓർഡർ കഴിഞ്ഞിട്ടാണ് കൊഹോർട്ട് കാണിച്ചേക്കുന്നത്. സോ ഓപ്ഷൻ 3യും തെറ്റാണ്. സോ ഓപ്ഷൻ 2 നോക്കാം. കിങ്ഡം, ഫൈലം, സബ് ഫൈലം, കൊഹോർട്ട്, സൂപ്പർ ക്ലാസ്. സോ ഇവിടെ ക്ലാസ്സിന് മുന്നേ തന്നെ കൊഹോർട്ട് ഇട്ടിട്ടുണ്ട്. സോ അത് അങ്ങനെയല്ല വരുന്നത്. ക്ലാസ് കഴിഞ്ഞിട്ട് ക്ലാസിന്റെയും ഓർഡറിന്റെയും ഇൻ ബിറ്റ്വീനിലായിട്ടാണ് നമുക്ക് കൊഹോർട്ട് വരുന്നത്. ഇവിടെ വേറൊരു മിസ്റ്റേക്കും ഉണ്ട്. ഫാമിലി കഴിഞ്ഞിട്ടാണ് ഇവിടെ ഓർഡർ വരുന്നത്. സോ അതും തെറ്റാണ്. സോ ഓപ്ഷൻ 2 റോങ് ആൻസർ ആണ്. സോ ഇനി ഒപ്പം ഓപ്ഷൻ 1 ആണ് ആൻസർ. സോ നമുക്ക് ആ ഒരു ഓർഡർ നോക്കുവാണെങ്കിൽ കിങ്ഡം, ഫൈലം, സബ് ഫൈലം, സൂപ്പർ ക്ലാസ്, ക്ലാസ്, സബ് ക്ലാസ്, കൊഹോർട്ട്, ഓർഡർ, സബ് ഓർഡർ, സൂപ്പർ ഫാമിലി, ഫാമിലി, സബ് ഫാമിലി, ജീനസ്, സബ് ജീനസ്, സ്പീഷീസ്, പിന്നെ സബ് സ്പീഷീസ്. ഇങ്ങനെയാണ് ഈ ഒരു ക്ലാസിഫിക്കേഷന്റെ ഹൈറാർക്കി ഉള്ളത്. സോ ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. സോ ഒന്നുകൂടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒത്തിരി ബ്രോഡ് ആയിട്ടുള്ളതാണ്. ആദ്യം ഡൊമൈൻ ആണ് വരുന്നത്, പിന്നെ അതിനകത്ത് കിങ്ഡംസ്, പിന്നെ ഫൈലം, ക്ലാസ്, കൊഹോർട്ട്, ഓർഡർ, ഫാമിലി, ട്രൈബ്. സോ ഫാമിലിയുടെയും ജീനസിന്റെ ഇടയ്ക്ക് ട്രൈബ് ഉണ്ട്. ഇതും ക്വസ്റ്റ്യൻ വരാം. പിന്നെ ജീനസ്, പിന്നെ സ്പീഷീസ്. സോ ഇങ്ങനെയാണ് ആ ഒരു ഹൈറാർക്കി ഉള്ളത്. കൊഹോർട്ട് നമുക്ക് ഓർത്ത് വെക്കാം ക്ലാസിന്റെയും ഓർഡറിന്റെയും ഇടയ്ക്ക്. ഇപ്പൊ CO വെച്ചിട്ട് നമുക്ക് ഓർത്ത് വെക്കാം ക്ലാസിന്റെയും ഓർഡറിന്റെയും ഇടയ്ക്കായിട്ടാണ് നമുക്ക് കൊഹോർട്ട് കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. So tautonym is an informal taxonomic destination used for animals referring to. So tautonym എന്ന് പറയുന്നത് ടാക്സോണമിക് എന്ത് ഇൻഫോർമൽ ടാക്സോണമിക് ഡെസ്റ്റിനേഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. So option 1 same name of genus and species. So അതാണ് റൈറ്റ് ആൻസർ. സെയിം നെയിം ഫോർ ജീനസ് ആൻഡ് സ്പീഷീസ് ആണ് ടോട്ടോണിം എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ഓപ്ഷൻ 2 സെയിം നെയിം ഫോർ സ്പീഷീസ് ആൻഡ് സബ് സ്പീഷീസ് അതല്ല. ട്രൈനോമിയൽ നോമൻക്ലേച്ചർ അല്ല. ദ നെയിം ഓഫ് ദ ഓത്തർ ഫോർ ദ സ്പീഷീസ് അതും അല്ല. സോ ടോട്ടോണിമിന്റെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ സോ വൾവസ് വൾവസ് എന്ന് ഉൾഫിന് റെഡ് ഫോക്സിന് പറഞ്ഞാണ് വൾവസ് വൾവസ്. സോ അതിന്റെ ജീനസ് നെയിമും സ്പീഷീസ് നെയിമും സെയിം ആണ്. സോ അതിന് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ അനിയൊരു എക്സാമ്പിൾ പറയുന്നത് നജ എന്ന് പറയുന്ന എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ എവിടെ ജീനസ് നെയിമും സ്പീഷീസ് നെയിമും സെയിം ആയിട്ട് വരുന്നുണ്ട് അതിനെ നമ്മൾ ടോട്ടോണിം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. Which statement refers to holotype correctly? So holotype എന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ പുതിയ സ്പീഷീസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ടൈപ്പ് സ്പെസിമെനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന കോൺസെപ്റ്റിനകത്ത് വരുന്നതാണ് ഈ ഹോളോടൈപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. സോ അത് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. സ്പെസിമെൻ കളക്ടഡ് ഫ്രം ഡിഫറെന്റ് ലൊക്കേഷൻസ് ആൻഡ് ഡെസിഗ്നേറ്റഡ് ആസ് ടൈപ്പ് സ്പെസിമെൻസ് ബൈ ദ ഓത്തർ. സോ അതല്ല. A single specimen or illustration upon which the name is based and designated as nomenclature by the author. Nomenclature type by the author. So അതാണ് കറക്റ്റ് ആൻസർ. ഒരു സിംഗിൾ സ്പെസിമെനെ നമ്മൾ ആ ഒരു നെയിം ബിയറിംഗ് സ്പെസിമെൻ ആയിട്ട് അത് ആക്ട് ചെയ്യുന്നു. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ആ പുതിയ സ്പീഷീസിനെ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. സോ അപ്പൊ പറയുന്നതാണ് ഹോളോടൈപ്പ് എന്ന് പറയുന്നത്. So option 3 നമുക്ക് നോക്കാം. A group of specimens used for classification without any single designated reference specimen. So അത് ബേസിക്കലി സിൻ ടൈപ്പിനെയാണ് അത് ഡിഫൈൻ ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് സ്പെസിമെനകത്ത് ഒരെണ്ണത്തിന് മാത്രമായിട്ട് ഹോളോ ടൈപ്പ് അല്ലെങ്കിൽ നെയിം ബിയറിംഗ് സ്പീഷീസ് എന്ന് നമ്മൾ പറയാത്തപ്പം ഓത്തേഴ്സ് അങ്ങനെ അതിനെ ഡിഫൈൻ ചെയ്യാത്തപ്പം പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സ്പെസിമെൻസിന് പറയുന്നതാണ് സിൻ ടൈപ്പ്. സോ ഈ ഗ്രൂപ്പ് ഓഫ് സ്പെസിമെൻസിനെ യൂസ് ചെയ്തിട്ടാണ് ഡിസ്ക്രിപ്ഷൻ നടത്തിയിട്ടുള്ളത്. ബട്ട് അതിൽ ഒരു സിംഗിൾ സ്പീഷീസിനെ ഹോളോ ടൈപ്പ് ഒന്ന് നെയിം ബിയറിംഗ് സ്പെസിമെൻ എന്ന് അവിടെ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യാത്തപ്പം ആ ഗ്രൂപ്പ് ഓഫ് സ്പെസിമെൻസിനെ സിൻ ടൈപ്പ് എന്നാണ് വിളിക്കുന്നത്. സോ ഓപ്ഷൻ 3 റോങ് ആണ്. ഓപ്ഷൻ 4 a single specimen designated to serve as a nomenclature type when all of the materials on which the name of the taxon was based are missing. So ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാല് നേരത്തെ ഓത്തർ ആ ഒരു സ്പീഷീസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്ത സ്പെസിമൻ എല്ലാം മിസ്സായി പോകുമ്പോൾ പിന്നെ ഒരു പുതിയ സ്പെസിമൻ യൂസ് ചെയ്യുന്നതാണോ ഹോളോടൈപ്പ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അല്ല, ആ ഒരു സ്പെസിമനെ നമ്മൾ നിയോ ടൈപ്പ് എന്നാണ് വിളിക്കുന്നത്. സോ നിയോ എന്ന് പറയുമ്പോൾ പുതിയതെന്നാണ് അർത്ഥം. സോ
നേരത്തെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്തിരുന്ന സ്പെസിമെൻസ് ഒക്കെ മിസ്സായി പോകുമ്പോൾ പുതിയതായിട്ട് ആ ഒരു സ്പീഷീസിന് സ്പെസിമെൻ എടുത്തു വെക്കുന്നതിന് അതിനെ നെയിം ബിയറിംഗ് ആയിട്ട് പിന്നെ ഡെസിഗ്നേറ്റ് ചെയ്യുമ്പോൾ പറയുന്ന പേരാണ് നിയോടൈപ്പ്. അത് ഹോളോടൈപ്പ് അല്ല. സോ ഇവിടെ ബേസിക്കലി ഹോളോടൈപ്പ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്പെസിമെൻ ആണ് നമ്മൾ എപ്പോഴും ഹോളോടൈപ്പ് എന്ന് കൺസിഡർ ചെയ്യുന്നത്. ആ സിംഗിൾ സ്പെസിമെനെ ബേസ് ചെയ്തിട്ടാണ് ഓത്തർ ആ ഡിസ്ക്രിപ്ഷൻ നടത്തിയിട്ടുള്ളത്. സോ അത് വേറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹോളോടൈപ്പ് പോലെ വേറെ കുറെ ടൈപ്സും ഉണ്ട്. അത് നമുക്ക് ഈ ഒരു ഇമേജിൽ ഡിസ്കസ് ചെയ്യാം. സോ ഹോളോടൈപ്പ് നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ സോൾ നെയിം ബിയറിംഗ് റെപ്രസെന്റേറ്റീവ് ഓഫ് ദ സ്പീഷീസ് ആണ്. ഈ സ്പെസിമെനെ യൂസ് ചെയ്തിട്ടാണ് ഓത്തർ ആ സ്പീഷീസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതെപ്പോഴും സിംഗിൾ സ്പെസിമെൻ ആണ്. പിന്നെ ഉള്ളത് സിൻ ടൈപ്സ്. സോ സിൻ ടൈപ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓത്തർ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്ത് മോർ ദാൻ വൺ സ്പെസിമെൻസ് ആണ്. അതിൽ ഒരെണ്ണത്തിന് മാത്രം നമ്മൾ ഹോളോടൈപ്പ് ആയിട്ട് ഓത്തർ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടില്ല. സോ ആ ഒരു കണ്ടീഷനിൽ ഇവിടെ ഉള്ള മൾട്ടിപ്പിൾ സ്പെസിമെൻസിനും ഒരേ ഡെസിഗ്നേഷൻ ആണ്. സോ അതിനെയാണ് ആ ഗ്രൂപ്പ് ഓഫ് സ്പെസിമെൻസിനെയാണ് സിൻ ടൈപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഇതേപോലെ ലെക്ടോ ടൈപ്പ് എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഉണ്ട്. അതെന്താന്ന് വെച്ചാല് ഓത്തർ സിൻ ടൈപ്സിന്ന് പിന്നെ ഒരെണ്ണത്തിന് മാത്രമായിട്ട് നെയിം ബിയറിംഗ് സ്പെസിമെൻ ആണ്. സോ ഹോളോടൈപ്പ് പോലെ സിൻ ടൈപ്സിന്ന് ഒരെണ്ണത്തിന് പിന്നെ നെയിം ബിയറിംഗ് സ്പെസിമെൻ ആക്കുന്നതാണ് ലെക്ടോ ടൈപ്പ് എന്ന് പറയുന്നത്. എന്നിട്ട് ബാക്കി വരുന്നത് അതിന് നെയിം ബിയറിംഗ് ആക്കാത്ത അതിന്റെ കൂട്ടത്തിൽ ബാക്കി വന്ന സ്പെസിമെൻസിനെ പാരാലെക്ടോടൈപ്പ് എന്നാണ് വിളിക്കുന്നത്. സോ ബേസിക്കലി ഓത്തർ അത് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ സ്പീഷീസിനെ ഡിസ്ക്രൈബ് ഒരു സിംഗിൾ സ്പെസിമെനെ യൂസ് ചെയ്യാണ്ട് കുറെ സ്പെസിമെനെ യൂസ് ചെയ്യുമ്പോൾ അതിന് സിൻ ടൈപ്പ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ സയന്റിസ്റ്റ് ആ സിൻ ടൈപ്പിൽ നിന്ന് ഒറ്റ സ്പെസിമെനെ എടുത്തിട്ട് നെയിം ബിയറിംഗ് ആക്കുമ്പോൾ അതിനെ ലെക്ടോടൈപ്പ് എന്ന് വിളിക്കും. അതിന്റെ കൂട്ടത്തിലുള്ള ബാക്കി സ്പെസിമെനെ പാരാലെക്ടോടൈപ്പ് എന്ന് വിളിക്കും. പിന്നെ ഉള്ളത് പാരാടൈപ്സ്. സോ പാരാടൈപ്സ് എന്താന്ന് വെച്ചാല് ആദ്യത്തെ ഒറിജിനൽ ഡെസ്ക്രിപ്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ സ്പെസിമെൻ ആണ്. അതിനകത്ത് ഒരെണ്ണം നേരത്തെ ഹോളോടൈപ്പ് ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിലുള്ള ബാക്കി സ്പെസിമെൻസിനെയാണ് പാരാടൈപ്സ് എന്ന് വിളിക്കുന്നത്. സോ ഇത്രയാണ് നമുക്ക് ടൈപ്പ് സ്പെസിമെൻസിനെ കുറിച്ച് പറയാൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which species concept emphasizes shared evolutionary history and common ancestry? So ഏത് സ്പീഷീസ് കോൺസെപ്റ്റ് ആണ് ഷെയർഡ് എവല്യൂഷണറി ഹിസ്റ്ററിയും കോമൺ ആൻസിസ്ട്രീനെയും കൺസിഡർ ചെയ്തിട്ട് ഡിഫൈൻ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ ഓപ്ഷൻ മോർഫോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ് അല്ല, മോർഫോളജിനെയാണ് ബേസിക്കലി ആ സ്പീഷീസ് കോൺസെപ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. രണ്ടാമത്തത് ബയോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ്. സോ ബയോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് രണ്ട് ഇൻഡിവിജ്വൽസ് സക്സസ്ഫുള്ളി ഇന്റർബ്രീഡ് ചെയ്തിട്ട് ഫെർട്ടൈൽ ആയിട്ടുള്ള ഓഫ്സ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ അത് രണ്ടും ഒരു സ്പീഷീസിൽ പെടുന്നെന്നാണ് ബയോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ് പറയുന്നത്. സോ അതും എവല്യൂഷണറി ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടിട്ടല്ല. സോ ഓപ്ഷൻ ബി റോങ് ആണ്. ഓപ്ഷൻ സി ഫൈലോജനറ്റിക് സ്പീഷീസ് കോൺസെപ്റ്റ്. സോ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. സോ ഫൈലോജനറ്റിക് സ്പീഷീസ് കോൺസെപ്റ്റ് ആണ് ഷെയർഡ് എവല്യൂഷണറി ഹിസ്റ്ററി ആൻഡ് കോമൺ ആൻസെസ്ട്രി വെച്ചിട്ട് സ്പീഷീസ് കോൺസെപ്റ്റ് കൊടുക്കുന്നത്. പിന്നെ ഫോർത്ത് ഓപ്ഷൻ എക്കോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ്. സോ എക്കോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റിനകത്ത് നീഷ് വെച്ചിട്ടാണ് എക്കോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത്. മോർ ദൻ വൺ സ്പീഷീസ് ഒരു നീഷ് ഷെയർ ചെയ്യത്തില്ല എന്നാണ് പറയുന്നത്. ഒരു സ്പീഷീസിന് ഒരു നീഷ് എക്സ്ക്ലൂസീവ് ആണെന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് എക്കോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റിൽ ഉള്ളത്. സോ നിങ്ങളുടെ റെഫറൻസിന് വേണ്ടിയിട്ട് എല്ലാ സ്പീഷീസ് കോൺസെപ്റ്റും അതിനെ ആരാണോ പ്രൊപ്പോസ് ചെയ്ത് അതിന്റെ വൺ ലൈൻ എക്സ്പ്ലനേഷനും ഇവിടെ തന്നിട്ടുണ്ട്. സോ ഇതിനകത്ത് ആരൊക്കെയാണ് ഏതൊക്കെ കോൺസെപ്റ്റ് ആണ് പ്രൊപ്പോസ് ചെയ്തതെന്ന് നോട്ട് ചെയ്ത് വെക്കുക. എസ്പെഷ്യലി ലിനേഴ്സ് ആണ് മോർഫോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ്, അതുപോലെ മേയർ ആണ് ബയോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ്, ക്രാഫ്റ്റ്മാന്റെ പേര് ഓർത്ത് വെക്കുക. ഫൈലോജനറ്റിക് സ്പീഷീസ് കോൺസെപ്റ്റ് കൊടുത്തത് ക്രാഫ്റ്റ് ആണ്. പിന്നെ സിംസന്റെ പേര് ഓർത്ത് വെക്കുക. എവല്യൂഷണറി സ്പീഷീസ് കോൺസെപ്റ്റ് കൊടുത്തത് സിംസൺ ആണ്. സോ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് പേരുകൾ ഓർത്തു വെക്കാനുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ കൺവേർജന്റ് എവല്യൂഷൻ കൺവേർജന്റ് എവല്യൂഷൻ ഏത് തരം സ്ട്രക്ചേഴ്സിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 അനലോഗസ് സ്ട്രക്ചേഴ്സ്, ഓപ്ഷൻ 2 ഹോമോലോഗസ് സ്ട്രക്ചേഴ്സ്, ഓപ്ഷൻ 3 സിൻ അപ്പോമോർഫീസ്, ഓപ്ഷൻ 4 പ്ലിയോട്രോപിക് സ്ട്രക്ചേഴ്സ്. സോ ഇതിനകത്ത് ആൻസർ എന്ന് പറയുന്നത് അനലോഗസ് സ്ട്രക്ചേഴ്സ് ആണ് കൺവേർജന്റ് എവല്യൂഷൻ എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത്.
സോ ഈ അനലോഗസ് സ്ട്രക്ചേഴ്സ് ആൻഡ് ഹോമോലോഗസ് സ്ട്രക്ചേഴ്സ് എന്താ നമുക്ക് ഈ ഇമേജിലൂടെ നോക്കാം. സോ അനലോഗസ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് ഫൈലോജനറ്റിക്കലി റിലേറ്റഡ് അല്ലാത്തത്, അല്ലെങ്കിൽ ഫൈലോജനറ്റിക്കലി വളരെ ഡിസ്റ്റന്റ് ആയിട്ടുള്ള സ്പീഷീസിന് സിമിലർ ആയിട്ടുള്ള ഫംഗ്ഷന് വേണ്ടിയിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു അനാട്ടമിക്കലി അല്ലെങ്കിലും ഒരു സിമിലർ സ്ട്രക്ചർ എവോൾവ് ആവുന്നതാണ് നമ്മൾ അനലോഗസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഇവരുടെ അനാറ്റമി കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. സോ ഇവിടെ നമുക്ക് കാണാം ഷാർക്ക്, പെൻഗ്വിൻ ആൻഡ് ഡോൾഫിൻ. സോ ഇതെല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ടാക്സോണിൽ പെടുന്നതാണ്. സോ ഷാർക്ക് ഫിഷിന്റെ ഗ്രൂപ്പിൽ വരുന്നതാണ്, പെൻഗ്വിൻ ബേർഡ്സ് ആണ്, ഡോൾഫിൻ മാമൽസ് ആണ്. ബട്ട് ഇവർക്ക് ഒരു സിമിലർ എൻവയോൺമെന്റൽ പ്രഷർ ഉണ്ട്. അതായത് വാട്ടറിൽ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഒരു സ്ട്രീം ലൈൻ ബോഡി കൺവേർജന്റ് എവല്യൂഷൻ, അതായത് ആ ഒരു നാച്ചുറൽ സെലക്ഷൻ ആ ഒരു എൻവയോൺമെന്റിൽ സെലക്ഷൻ പ്രഷർ ആക്ട് ചെയ്യുന്നത് ഈ ഒരു സ്ട്രീം ലൈൻഡ് ബോഡിക്ക് വേണ്ടിയിട്ടാണ്. സോ ഇവർ ഡിസ്റ്റന്റ്ലി റിലേറ്റഡ് ആയാലും ആ ഒരു എൻവയോൺമെന്റിൽ അവർക്ക് സ്ട്രീം ലൈൻഡ് ബോഡി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഫിൻസ് അല്ലെങ്കിൽ ഈ ഒരു ഫ്ലിപ്പേഴ്സ് പോലത്തെ സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുന്നുണ്ട്. സോ അങ്ങനത്തെ ഡിസ്റ്റന്റ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസമിനകത്ത് സിമിലർ എൻവയോൺമെന്റൽ കണ്ടീഷൻ ആൻഡ് സിമിലർ പ്രഷർ, നാച്ചുറൽ സെലക്ഷനിലുള്ള പ്രഷർ കാരണം ഡിഫറെന്റ് ഒറിജിനിൽ നിന്ന് സിമിലർ സ്ട്രക്ചർ ഫോം ചെയ്യുന്നതാണ്, സിമിലർ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള സിമിലർ സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുന്നതാണ് നമ്മൾ അനലോഗസ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഹോമോലോഗസ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് സെയിം ഒറിജിൻ ആണ്, ഡിഫറെന്റ് ഫംഗ്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിലേറ്റഡ് ഫംഗ്ഷന് വേണ്ടിയിട്ട് എവോൾവ് ചെയ്യുന്ന ഡിഫറെന്റ് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ഹോമോലോഗസ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഡിഫറെന്റ് എൻവയോൺമെന്റിൽ ഡിഫറെന്റ് അഡാപ്റ്റേഷന് വേണ്ടിയിട്ട് ഡിഫറെന്റ് ആയിട്ട് എവോൾവ് ചെയ്തതാണ് ഹോമോലോഗസ് സ്ട്രക്ചേഴ്സ്. ബട്ട് ഇവരുടെ ഒറിജിനും അനറ്റോമിക്കൽ സ്ട്രക്ചറിൽ നല്ല സിമിലാരിറ്റിയും കാണും. സോ ആൻഡ് ഇപ്പൊ ഇവിടെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളത് കൺവേർജന്റ് എവല്യൂഷൻ. സോ കൺവേർജന്റ് എവല്യൂഷൻ പറയുന്നത് ഡിസ്റ്റന്റ്ലി റിലേറ്റഡ് ആയിട്ടുള്ളത് സിമിലർ എൻവയോൺമെന്റൽ പ്രഷറിൽ വരുമ്പോൾ സെയിം സ്ട്രക്ചേഴ്സും എവോൾവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അനലോഗസ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് കൺവേർജന്റ് എവല്യൂഷനകത്ത് പറയുന്നത്. സോ പിന്നെ ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് സിൻ അപ്പോമോർഫിസ്. സോ സിൻ അപ്പോമോർഫിസ് ഈ ഒരു ഇമേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഷെയർഡ് ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സ് ആണ് സിൻ അപ്പോമോർഫി എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിൻ എന്ന് വെച്ചാൽ ഷെയർഡ് ആ ഒരു അർത്ഥമാണ് അതിനുള്ളത്. അപ്പോമോർഫി എന്ന് പറഞ്ഞാൽ ഡിറൈവ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. സോ ഇവിടെ ഫിൽ ചെയ്തേക്കുന്ന സർക്കിൾസ് ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സിനെയാണ് ഷോ ചെയ്യുന്നത്. ഇവിടെ ഫില്ല് ചെയ്യാത്ത സർക്കിൾസ് ആൻസിസ്ട്രൽ ട്രേറ്റിനെയാണ് കാണിക്കുന്നത്. സോ സിൻ അപ്പോമോർഫി എന്ന് പറയുമ്പോൾ ഷെയർഡ് ആയിട്ടുള്ള ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സിനെയാണ് സിൻ അപ്പോമോർഫി എന്ന് പറയുന്നത്. അത് കൺവേർജന്റ് എവല്യൂഷനിലൂടെ വരുന്ന സ്ട്രക്ചേഴ്സ് അല്ല. പിന്നെ ഫോർത്ത് ഓപ്ഷനിൽ പറയുന്നത് പ്ലിയോട്രോപിക് സ്ട്രക്ചർ. സോ ഇതൊരു സ്റ്റാൻഡേർഡ് ബയോളജിക്കൽ ടേം അല്ല. പ്ലിയോട്രോപ്പി എന്ന് പറയുന്നത് ഒരു സെയിം ജീൻ ഡിഫറെന്റ് എഫക്ട്സിന് കാരണമാണെങ്കിൽ നമ്മൾ പ്ലിയോട്രോപ്പി എന്ന് പറയും. സോ പ്ലിയോട്രോപിക് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ഓപ്ഷന് വേണ്ടി നിർണ്ണയിക്കുന്നതാണ്. ഇതൊരു സ്റ്റാൻഡേർഡ് ടേം അല്ല. സോ കൺവേർജന്റ് എവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് അനലോഗസ് സ്ട്രക്ചേഴ്സ് ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ടൈപ്പ് ഓഫ് സെലക്ഷൻ ഇൻ വിച്ച് ദർ ഇസ് എലിമിനേഷൻ ഓഫ് എക്സ്ട്രീംസ് ഇസ് ടേംഡ് ആസ്. സോ ഏത് ടൈപ്പ് ഓഫ് സെലക്ഷനിലാണ് എക്സ്ട്രീംസിനെ റിമൂവ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ 1 ഡിറക്ഷണൽ സെലക്ഷൻ. സോ ഡിറക്ഷണൽ സെലക്ഷനകത്ത് ഒരു എക്സ്ട്രീമിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സോ അത് ആൻസർ അല്ല. സെക്കൻഡ് ഓപ്ഷൻ ഡിസ്റപ്റ്റീവ് സെലക്ഷൻ. സോ ഡിസ്റപ്റ്റീവ് സെലക്ഷനകത്ത് രണ്ട് എക്സ്ട്രീംസിനെയാണ് സെലക്ട് ചെയ്യുന്നത്. സോ അതും ആൻസർ അല്ലേ. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് എക്സ്ട്രീംസിനെ എലിമിനേറ്റ് ചെയ്യുന്ന സെലക്ഷൻ ഏതാണ്? സോ ഓപ്ഷൻ 3 സ്റ്റെബിലൈസിങ് സെലക്ഷൻ. സോ അതാണ് റൈറ്റ് ആൻസർ. സോ സ്റ്റെബിലൈസിങ് സെലക്ഷൻ ആണ് ഇന്റർമീഡിയറ്റ് റേറ്റ്സിനെ ഫേവർ ചെയ്യുന്നത്. എക്സ്ട്രീംസിനെ എലിമിനേറ്റ് ചെയ്തിട്ട് ഇന്റർമീഡിയറ്റ് റേറ്റ്സിനെ ഫേവർ ചെയ്യുന്ന സെലക്ഷന്റെ പേരാണ് സ്റ്റെബിലൈസിങ് സെലക്ഷൻ. സോ അത് ഈ ഒരു ഇമേജിൽ നമുക്ക് മനസ്സിലാവും. സോ നാച്ചുറൽ സെലക്ഷൻ മെയിൻ ആയിട്ട് 3 ടൈപ്സിലാണ് ഉള്ളത്: ഡയറക്ഷണൽ, സ്റ്റെബിലൈസിങ് ആൻഡ് ഡിസ്റപ്റ്റീവ്. സോ ഡയറക്ഷണൽ എന്ന് പറയുന്നത് വൺ എക്സ്ട്രീം കണ്ടീഷൻ. സോ ഇവിടെ ലോങ് ആയിട്ടുള്ള നെക്കിനെയാണ് ഫേവർ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ആ ഒരു സെലക്ഷനെയാണ് നമ്മൾ ഡിറക്ഷണൽ സെലക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മളിപ്പോ പറഞ്ഞ നമ്മളുടെ ആൻസർ ആയിട്ടുള്ള സ്റ്റെബിലൈസിങ് സെലക്ഷൻ. സോ ഈ ഒരു സ്റ്റെബിലൈസിങ് സെലക്ഷന്റെ ഗ്രാഫ് എങ്ങനെയാണ്? സോ ആഫ്റ്റർ നാച്ചുറൽ സെലക്ഷൻ ഈ ഒരു ഇന്റർമീഡിയറ്റ് റേറ്റ്സിനെയാണ് ഈ സെലക്ഷൻ ഫേവർ ചെയ്യുന്നെങ്കിൽ, അതായത് എക്സ്ട്രീം ആയിട്ടുള്ള വൈറ്റിനെയും ഡാർക്കിനെയും ഒക്കെ റിമൂവ് ചെയ്തിട്ട് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ട്രേറ്റിനെയാണ് ഫേവർ ചെയ്യുന്നെങ്കിൽ അതിനെ നമ്മൾ സ്റ്റെബിലൈസിങ് സെലക്ഷൻ എന്ന് വിളിക്കും. പിന്നുള്ളത് ഡിസ്റപ്റ്റീവ് സെലക്ഷൻ. ഡിസ്റപ്റ്റീവ് സെലക്ഷന് എക്സ്ട്രീംസിനെയാണ് ഫേവർ ചെയ്യുന്നത്. ഇന്റർമീഡിയറ്റ്സിനെ റിമൂവ് ചെയ്തിട്ട്
എക്സ്ട്രീംസിനെ ഫേവർ ചെയ്യുന്നതാണ് ഡിസ്റപ്റ്റീവ് സെലക്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഇൻ വിച്ച് എലിമിനേഷൻ ഓഫ് എക്സ്ട്രീംസ് ഉള്ളത് സ്റ്റെബിലൈസിങ് സെലക്ഷനകത്താണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, among the following interactions which will not force co-evolution. സോ ഏത് ഇന്ററാക്ഷൻ ആണ് co-evolution ഫോഴ്സ് ചെയ്യില്ല ഈ ഒരു ഫോളോയിങ് ഇന്ററാക്ഷൻസിനകത്ത്? സോ ആദ്യത്തെ ഓപ്ഷൻ കമൻസലിസം, രണ്ടാമത്തത് പാരസൈറ്റിസം, മൂന്നാമത്തത് മ്യൂച്വലിസം, നാലാമത്തത് ഇന്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ. സോ ഇതിനകത്ത് നമുക്ക് ഓഡ് വൺ എന്ന് നോക്കുന്നത് കമൻസലിസം ആണ്, ഓഡ് വൺ ആണ്. സോ ബേസിക്കലി co-evolution എന്ന് പറയുന്നത് ടു ഓർ മോർ സ്പീഷീസിനകത്ത് ഒരു റെസിപ്രോക്കൽ ഇൻഫ്ലുവൻസ് വേണം. അതായത് രണ്ട് സ്പീഷീസിനും അവരുടെ ഫിറ്റ്നസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് റെസിപ്രോക്കലി ഫിറ്റ്നസിനെ അഫക്ട് ചെയ്യണം. സോ ആ ഒരു കണ്ടീഷനിൽ മാത്രമേ co-evolution പോസിബിൾ ആവത്തുള്ളൂ. സോ ഇവിടെ നമ്മൾ ഈ കമൻസലിസം ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ബിക്കോസ് കമൻസലിസത്തിനകത്ത് ഒരു ഓർഗാനിസം ഈസ് നീദർ ഹാം നോട്ട് ബെനിഫിറ്റഡ്. വേറൊരു സ്പീഷീസിന് ബെനിഫിറ്റ് ഉണ്ട്, ബട്ട് ഒരു ഓർഗാനിസത്തിന് ഇറ്റ്സ് നീദർ ബെനിഫിറ്റഡ് നോട്ട് ഹാം. സോ ആ ഒരു കണ്ടീഷനിൽ ആ ഒരു സ്പീഷീസിന് മറ്റേ സ്പീഷീസിന് ഒരു ഫിറ്റ്നസ് ഇൻഫ്ലുവൻസ് കൊണ്ടുവരാൻ അവിടെ ചാൻസ് ഇല്ല. സോ അതുകൊണ്ട് ആൻസർ വരുന്നത് കമൻസലിസം ആണ്. സോ നമുക്ക് ബാക്കി ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ പാരസൈറ്റിസത്തിന് ഒരു ഇന്ററാക്ടിങ് സ്പീഷീസിന് പോസിറ്റീവും മറ്റേതിന് നെഗറ്റീവുമാണ്. മ്യൂച്വലിസത്തിനകത്ത് രണ്ടിലും പോസിറ്റീവ് ആണ്, കോമ്പറ്റീഷനകത്ത് രണ്ടിലും നെഗറ്റീവ് ആണ്. സോ രണ്ട് ഇന്ററാക്ടിങ് സ്പീഷീസിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫിറ്റ്നസ് എഫക്ട് ഉണ്ട്. ബട്ട് കമൻസലിസത്തിനകത്ത് ഒരു സ്പീഷീസിന് ഒരു ഫിറ്റ്നസ് എഫക്റ്റും ഇല്ല ബിക്കോസ് ഓഫ് ദ അതർ സ്പീഷീസ്. ഈ ഒരു കണ്ടീഷനകത്ത് co-evolution പോസിബിൾ അല്ല. സോ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് കമൻസലിസം ആണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The molecular clock hypothesis used for establishing phylogenetic relationships based on. So molecular clock hypothesis ഏതിന്റെ ബേസിസിലാണ് പറഞ്ഞിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. സോ ഓപ്ഷൻ 1 ന്യൂട്രൽ എവല്യൂഷൻ, ഓപ്ഷൻ 2 നാച്ചുറൽ സെലക്ഷൻ, ഓപ്ഷൻ 3 പാരലൽ എവല്യൂഷൻ, ഓപ്ഷൻ 4 co-evolution. സോ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ന്യൂട്രൽ എവല്യൂഷൻ ആണ്. സോ ന്യൂട്രൽ എവല്യൂഷൻ ആണ് ഈ മോളിക്കുലർ ക്ലോക്ക് ഹൈപ്പോത്തസിസ് കൊടുക്കുന്നത്. സോ മോളിക്കുലർ ക്ലോക്ക് ഹൈപ്പോത്തസിസ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ DNA ഓർ പ്രോട്ടീൻ സീക്വൻസ് റിലേറ്റീവ്ലി കോൺസ്റ്റന്റ് റേറ്റിലാണ് എവോൾവ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സോ ന്യൂട്രൽ എവല്യൂഷൻ ഈ ന്യൂട്രൽ ആയിട്ടുള്ള ചേഞ്ചസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ന്യൂട്രൽ എവല്യൂഷൻ. ഇത് പ്രപ്പോസ് ചെയ്തത് മോട്ടോ കിമുറയാണ് ഈ ഒരു ന്യൂട്രൽ എവല്യൂഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തത്. അതിനെ ബേസിസ് ആക്കി വെച്ചിട്ടാണ് മോളിക്കുലർ ക്ലോക്ക് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വന്നത്. സോ ഈ മോളിക്കുലർ ക്ലോക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തത് സക്കർ കെൻഡൽ ആൻഡ് പോളിംഗ് എന്ന് പറയുന്ന രണ്ട് സയന്റിസ്റ്റ് ആണ് മോളിക്കുലർ ക്ലോക്ക് പ്രപ്പോസ് ചെയ്തത്. സോ മോളിക്കുലർ ക്ലോക്ക് എന്താ പറയുന്നതെന്ന് വെച്ചാൽ DNA ആൻഡ് പ്രോട്ടീൻ സീക്വൻസ് ഒരു റിലേറ്റീവ്ലി കോൺസ്റ്റന്റ് സ്റ്റേറ്റിലാണ് എവോൾവ് ചെയ്യുന്നത്. സോ അത് വെച്ചിട്ട് എപ്പോഴാണ് രണ്ട് സ്പീഷീസ് ഡൈവേർജ് ചെയ്തതെന്ന് നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റും. സോ അതാണ് ബേസിക്കലി മോളിക്കുലർ ക്ലോക്കിനകത്ത് വരുന്നത്. സോ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ന്യൂട്രൽ എവല്യൂഷൻ. ഓപ്ഷൻ 2 നാച്ചുറൽ സെലക്ഷൻ അല്ല, ഓപ്ഷൻ 3 പാരലൽ എവല്യൂഷൻ. സോ പാരലൽ എവല്യൂഷൻ എന്താ പറയുന്നതെന്ന് വെച്ചാല് രണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസ്, അതായത് ഒരു കോമൺ ആൻസസ്റ്റർ ഷെയർ ചെയ്യുന്ന സ്പീഷീസ് രണ്ടിലും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു പുതിയ ട്രേറ്റ് വരുമ്പോഴാണ് പാരലൽ എവല്യൂഷൻ എന്ന് പറയുന്നത്. സോ അതാണ് പാരലൽ എവല്യൂഷൻ. സോ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ന്യൂട്രൽ എവല്യൂഷൻ ആണ്. ഇത് പ്രപ്പോസ് ചെയ്തത് മോട്ടോ കിമുറയാണ്, ഓർക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The speciation in which a population splits into two geographically isolated populations experience dissimilar selective pressure and genetic drift is known as. So ഇവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത് geographically isolated ആണ്. So geographically isolated ആയിട്ടുള്ള geographically isolation വഴി വരുന്ന സ്പീസിയേഷന് പറയുന്നതാണ് allopatric speciation. സോ നമുക്ക് 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പീസിയേഷൻ നമുക്കൊന്ന് ബ്രീഫ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ അലോപാട്രിക് സ്പീസിയേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ജോഗ്രഫിക് ബാരിയറിനാണ് മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉള്ളത്. സോ ഇവിടെ ഒരു ഒറിജിനൽ പോപ്പുലേഷനകത്ത് ഒരു ബാരിയർ വന്നിട്ട് രണ്ടിനും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് സെലക്ഷൻ നടക്കുന്നത്. ഡ്രിഫ്റ്റും ഇൻഡിപെൻഡന്റ് ആണ്. അപ്പം രണ്ടും ഡിഫറെന്റ് പോപ്പുലേഷൻ ആയിട്ട് മാറുന്നതാണ്. ആ രണ്ട് ഡിഫറെന്റ് പോപ്പുലേഷൻ ഡിഫറെന്റ് സ്പീഷീസ് ആയിട്ട് മാറുന്നതാണ് അലോപാട്രിക് സ്പീസിയേഷനകത്ത് ഉള്ളത്.
So next peripatric speciation. So peripatric speciation allopatric speciation ആയിട്ട് സിമിലാരിറ്റി ഉണ്ട്. അവിടെയും ഒരു ബാരിയർ ഫോം ചെയ്യുന്നുണ്ട്. ബട്ട് ഇവിടുത്തെ മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്മോൾ പോപ്പുലേഷൻ, ഒരു പെരിഫറൽ പോപ്പുലേഷൻ, ഒരു സ്മോൾ പെരിഫറൽ പോപ്പുലേഷനകത്താണ് ഇത് നടക്കുന്നത്. സോ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും ഈ സ്മോൾ പോപ്പുലേഷനകത്ത് ഡ്രിഫ്റ്റ് കൂടുതലായിരിക്കും. സോ ഈ ഒരു പെരിപാട്രിക് സ്പീസിയേഷനകത്ത് ഡ്രിഫ്റ്റിനൊരു മെയിൻ റോൾ ഉണ്ട്. സോ അപ്പോഴാണ് നമ്മൾ അതിന് പെരിപാട്രിക് സ്പീസിയേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെയും അതായത് അല്ലോപാട്രിക്കിലും പെരിപാട്രിക്കിലും ജോഗ്രഫിക് ഐസൊലേഷൻ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് പാരാപാട്രിക് സ്പീസിയേഷൻ. പാരാപാട്രിക് സ്പീസിയേഷനകത്ത് ഒരു എൻവയോൺമെന്റ് ഗ്രേഡിയന്റിന്റെ കാര്യമാണ് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത്. സോ ആ ഒരു എൻവയോൺമെന്റ് ഗ്രേഡിയൻസ്, ഫോർ എക്സാമ്പിൾ ഡിഫറൻസ്, ആ ഒരു എൻവയോൺമെന്റിൽ തന്നെ ഇവിടെ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചറോ അങ്ങനെ വല്ല ഡിഫറൻസ് വരുമ്പോൾ അവിടെ സെലക്ഷൻ പ്രഷർ ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ ഒരു പോപ്പുലേഷന്റെ അഡ്ജസന്റ് ആയിട്ട് തന്നെ ഒരു ഡിഫറെന്റ് പോപ്പുലേഷൻ വരുവാണെങ്കിൽ, ഡിഫറെന്റ് സ്പീഷീസ് എവോൾവ് ആവുകയാണെങ്കിൽ അത് നമ്മൾ പാരാപാട്രിക് സ്പീസിയേഷൻ എന്ന് പറയും. സോ ഇവിടെ മെയിൻ ആയിട്ട് എൻവയോൺമെന്റ് ഗ്രേഡിയന്റിന്റെ കാര്യമാണ് പറയുന്നത്. അല്ലോപാട്രിക് ആൻഡ് പെരിപാട്രിക് സ്പീസിയേഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ടു എക്സ്റ്റെന്റ് ജീൻ ഫ്ലോ ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് സിംപാട്രിക് സ്പീസിയേഷന്റെ കാര്യം പറയാം. സിംപാട്രിക് സ്പീസിയേഷൻ നടക്കുന്നത് സെയിം ജോഗ്രഫിക് ഏരിയയിലാണ്. അവിടെ ജോഗ്രഫിക് ബാരിയറിന് ഒരു റോളും ഇല്ല. സോ സെയിം ആയിട്ടുള്ള ജോഗ്രഫിക് ഏരിയയിൽ ഡിഫറെന്റ് സ്പീഷീസ് എവോൾവ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിന് സിംപാട്രിക് സ്പീസിയേഷൻ എന്ന് പറയുന്നത്. സോ സിംപാട്രിക് സ്പീസിയേഷൻ ഡിഫറെന്റ് റീസൺസ് കൊണ്ടാവാം. ജനറ്റിക് പോളിമോർഫിസം, സഡൻ ആയിട്ടുള്ള ഒരു ജനറ്റിക് പോളിമോർഫിസം വരുമ്പോഴത്തേക്കും ഡിഫറെന്റ് പോപ്പുലേഷൻ ഇന്റർബ്രീഡ് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് വരുവാണെങ്കിൽ അങ്ങനെ റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ വന്നിട്ട് സിംപാട്രിക് സ്പീസിയേഷൻ നടക്കാം. അല്ലെങ്കിൽ ബിഹേവിയറൽ ഡിഫറൻസ് സഡൻ ആയിട്ട് വരുവാണെങ്കിൽ സോ ആ വഴിയും സിംപാട്രിക് സ്പീസിയേഷൻ ഉണ്ടാവാം. സോ മെയിൻ ആയിട്ട് ഇവിടെ പറയാനുള്ളത് ജോഗ്രഫിക്കൽ ബാരിയർ കാരണം വരുന്ന സ്പീസിയേഷന് നമ്മൾ അല്ലോപാട്രിക് സ്പീസിയേഷൻ എന്നാണ് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് punctuated equilibrium suggest evolution occurs. Option A, gradually and continuously. Option B, as relative rapid bursts of evolutionary change separated by long periods of little or no morphological change. Option C, through natural selection acting steadily and uniformly over time. Option D, only through mutations. So ഇവിടെ ചോദിച്ചിരിക്കുന്നത് പങ്ക്ച്വേറ്റഡ് ഈക്വിലിബ്രിയം എന്ന ആ ഒരു കോൺസെപ്റ്റ് എന്തിനെയാണ് സജസ്റ്റ് ചെയ്യുന്നതാണ്, എങ്ങനത്തെ എവല്യൂഷനെയാണ് അത് സജസ്റ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ എ പറഞ്ഞത് ഗ്രാജുവലി ആൻഡ് കണ്ടിന്യൂസ്ലി. അത് അങ്ങനെയല്ല, ആ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ ഗ്രാജുവലിസം എന്നാണ് വിളിക്കുന്നത്. ഓപ്ഷൻ ബി, as relatively rapid burst of evolutionary change separated by long periods of little or no morphological change. അതാണ് റൈറ്റ് ആൻസർ. സോ നമുക്കിവിടെ ഈ ഒരു ഇമേജ് വെച്ചിട്ട് ഗ്രാജുവലിസവും പങ്ക്ച്വേറ്റഡ് ഈക്വിലിബ്രിയന്റെയും ഡിഫറൻസ് നോക്കാം. സോ ഗ്രാജുവലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റിനകത്ത് എവല്യൂഷൻ നടക്കുന്നത് വളരെ ഗ്രാജുവൽ ആയിട്ടാണ് പറയുന്നത്. ഗ്രാജുവൽ ആയിട്ടും അതേപോലെ കണ്ടിന്യൂസ് ആയിട്ടുമാണ് എവല്യൂഷൻ നടക്കുന്നത്. സോ ഇവിടെ നമുക്ക് കാണാം ഒരു ആൻസസ്റ്ററിൽ നിന്ന് സ്ലോലി ആ ഡിഫറൻസ് ഇങ്ങനെ ചേഞ്ചസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, അതും സ്ലോ ആയിട്ടാണ്. ബട്ട് പങ്ക്ച്വേറ്റഡ് ഈക്വിലിബ്രിയത്തിനകത്ത് എന്താ പറയുന്നതെന്ന് വെച്ചാല് ഒരു ലോങ് ടൈം ഓഫ് സ്റ്റാസിസ് കാണും, പിന്നെ ഒരു റാപ്പിഡ് ബേർസ്റ്റ് ഓഫ് എവല്യൂഷണറി ചേഞ്ച് ആണ് പറയുന്നത്, പിന്നെയും ഫോളോഡ് ബൈ സ്റ്റാസിസ്. സോ സ്റ്റാസിസ്, പിന്നെയും ബേർസ്റ്റ് ഓഫ് എവല്യൂഷണറി ചേഞ്ചസ്, വീണ്ടും സ്റ്റാസിസ് എന്ന് സ്റ്റാസിസിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് പങ്ക്ച്വേറ്റഡ് ഈക്വിലിബ്രിയം ഉള്ളത്. ഇത് പലതരം ഫോസിൽസിലുള്ള ഗ്യാപ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പങ്ക്ച്വേറ്റഡ് ഈക്വിലിബ്രിയം എന്ന കോൺസെപ്റ്റ് ആണ് ആ ഒരു ഫോസിലുള്ള ഗ്യാപ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ പങ്ക്ച്വേറ്റഡ് ഈക്വിലിബ്രിയത്തിനകത്ത് ബേസിക്കലി പറയുന്നത് എവല്യൂഷൻ നടക്കുന്നത് ഈ ഒരു റാപ്പിഡ് ബേർസ്റ്റ് ഓഫ് എവല്യൂഷണറി ചേഞ്ച്, സ്റ്റാസിസ്, ആ ഒരു രണ്ട് കണ്ടീഷൻ മാറി മാറി വരുന്നതായിട്ടാണ്. സോ ഇവിടെ നമുക്ക് കാണാം ആദ്യം ഇവിടെ ഒരു സ്റ്റാസിസ് ഉണ്ട്, പിന്നെ ഈ ഒരു ടൈം പീരിയഡിൽ 3 പെട്ടെന്ന് എവോൾവ് ആയി. സോ 3 റാപ്പിഡ് ആയിട്ട് 3 വന്നു. വീണ്ടും ആ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് അവിടെ സ്റ്റാസിസ് ആണ്, പിന്നെ അവിടെ ഒരു ചേഞ്ച് വരുന്നില്ല. സോ വീണ്ടും പിന്നെയും ഒരു റാപ്പിഡ് ബേർസ്റ്റ് ഓഫ് ചേഞ്ചസ് വരും, പിന്നെയും സ്പീഷീസ് പെട്ടെന്ന് നടക്കും. സോ ആ ഒരു പ്രോസസ്സിനെയാണ്, അങ്ങനത്തെ എവല്യൂഷനെയാണ് പങ്ക്ച്വേറ്റഡ് ഈക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് punctuated equilibrium suggests evolution occurs as a relatively rapid burst of evolutionary change separated by long periods of little or no morphological change. So a long period of little or no morphological change ആണ് നമ്മൾ സ്റ്റാസിസ് എന്ന് വിളിക്കുന്നത്.
നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബോട്ടിൽ നെക്ക് എഫക്ട് റെഫേഴ്സ് ടു. സോ ബോട്ടിൽ നെക്ക് എഫക്ട് എന്ന് പറയുന്നത് ഡ്രിഫ്റ്റിന്റെ ഒരു ടൈപ്പ് ഓഫ് എഫക്ട് ആണ് ബോട്ടിൽ നെക്ക് എഫക്ട്. സോ അത് എന്താണ് സജസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 4 ഓപ്ഷൻ ഉണ്ട്. ആദ്യത്തെ ഓപ്ഷൻ ഇൻക്രീസ് ഇൻ ജനറ്റിക് ഡൈവേഴ്സിറ്റി. സോ അത് ആൻസർ അല്ല. ബിക്കോസ് ഡ്രിഫ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അത് എപ്പോഴും ജനറ്റിക് ഡൈവേഴ്സിറ്റിനെ ഡിക്രീസ് ആണ് ചെയ്യുന്നത്. അതെപ്പോഴും ജനറ്റിക് ഡൈവേഴ്സിറ്റിനെ ഇൻക്രീസ് ചെയ്യത്തില്ല. സോ ഓപ്ഷൻ എ റോങ് ആണ്. ഓപ്ഷൻ ബി സഡൻ റിഡക്ഷൻ ഇൻ പോപ്പുലേഷൻ സൈസ് ലീഡിംഗ് ടു ലോസ് ഓഫ് അഗേൻ. സോ അതാണ് റൈറ്റ് ആൻസർ. സോ ബോട്ടിൽ നെക്ക് എഫക്ട് എന്ന് പറയുന്നത് ജനറ്റിക് ഡ്രിഫ്റ്റിന്റെ ഒരു ഭാഗമാണ്. സോ അതിനകത്ത് സഡൻ റിഡക്ഷൻ ഇൻ പോപ്പുലേഷൻ ആണ് വരുന്നത്, ലീഡിംഗ് ടു ലോസ് ഓഫ് അലീൽസ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് മൈഗ്രേഷൻ റോങ് ആണ്. കണ്ടിന്യൂസ് മൈഗ്രേഷനും ബോട്ടിൽ നെക്ക് എഫക്റ്റിനും ബന്ധമില്ല. പിന്നെ ഓപ്ഷൻ ഡി ഹൈബ്രിഡൈസേഷൻ ബിറ്റ്വീൻ സ്പീഷീസ്, അതുമല്ല. സോ ബേസിക്കലി ഡ്രിഫ്റ്റിനകത്ത് ബോട്ടിൽ നെക്ക് എഫക്റ്റിനകത്ത് സഡൻ റിഡക്ഷൻ ഇൻ പോപ്പുലേഷൻ സൈസ് ലീഡിംഗ് ടു ലോസ് ഓഫ് അലീൽസ് ആണ് ബോട്ടിൽ നെക്ക് എഫക്ട്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് രണ്ട് എഫക്ട്സിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാം. സോ ഡ്രിഫ്റ്റിനകത്ത് മെയിൻ ആയിട്ടുള്ളത് ബോട്ടിൽ നെക്ക് എഫക്റ്റും ഫൗണ്ടേഴ്സ് എഫക്റ്റുമാണ്. സോ ബോട്ടിൽ നെക്ക് എഫക്റ്റിനകത്ത് ഇതാണ് നമ്മളൊരു ഒറിജിനൽ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു കാറ്റസ്ട്രോഫിക് ഇഫക്ട് അല്ലെങ്കിൽ എന്തെങ്കിലും റാൻഡം ചാൻസ് വഴി, ഇപ്പൊ സ്മോൾ പോപ്പുലേഷൻ ഒക്കെ ആണെങ്കിൽ റാൻഡം ചാൻസ് വഴി തന്നെ ഈ ബോട്ടിൽ നെക്ക് എഫക്ട് പോസിബിൾ ആണ്. സോ ഒരു ഒറിജിനൽ പോപ്പുലേഷനിൽ നിന്ന് അലീൽസ് എന്ന് കുറഞ്ഞിട്ട് ഡൈവേഴ്സിറ്റി കുറഞ്ഞ ഒരു അലീൽ ഡൈവേഴ്സിറ്റി കുറഞ്ഞ ഒരു പോപ്പുലേഷൻ വരുമ്പോഴാണ് അതിന് നമ്മൾ ബോട്ടിൽ നെക്ക് എഫക്ട് എന്ന് പറയുന്നത്. ഇവിടെ ലോസ് ഓഫ് അലീൽസ് ഉണ്ട്. സോ ഇങ്ങനെ ഇവിടെ നേരത്തെ കാണിച്ചിട്ടുള്ള ബ്ലൂ അലീൽസ് ഒന്നും ഇപ്പം ഇല്ല. അതൊരു കാറ്റസ്ട്രോഫിക് ഇവന്റ് കാരണം ആവാം, അല്ലെങ്കിൽ ഒരു റാൻഡം ചാൻസ് വഴി ഇത് ആവാം. സോ അതാണ് നമ്മൾ ബോട്ടിൽ നെക്ക് എഫക്ട് എന്ന് പറയുന്നത്. ഡ്രിഫ്റ്റിനകത്ത് മറ്റൊരു എഫക്റ്റും കൂടെ ഉണ്ട്. അതിനെയാണ് നമ്മൾ ഫൗണ്ടേഴ്സ് എഫക്ട് എന്ന് പറയുന്നത്. സോ ഫൗണ്ടേഴ്സ് എഫക്ട് എന്താ പറയുന്നതെന്ന് വെച്ചാല് few individuals from a population start a new population. സോ ഇതാണ് ഒരു ഒറിജിനൽ പോപ്പുലേഷൻ എങ്കിൽ, സോ ഇതൊരു മെയിൻ ലാൻഡ് ആണ് കൺസിഡർ ചെയ്യുക. ചിലത് മൈഗ്രേറ്റ് ചെയ്തിട്ട് ഐലൻഡിനകത്ത് വേറൊരു പോപ്പുലേഷൻ സെറ്റപ്പ് ചെയ്യുന്നു. സോ അങ്ങനെ വരുമ്പോൾ എൻറ്റയർ പോപ്പുലേഷൻ, എൻറ്റയർ അല്ലെലിക് ഫ്രീക്വൻസി അല്ല മൈഗ്രേറ്റ് ചെയ്യുന്നത്, സെലക്ടഡ് ഇൻഡിവിജ്വൽസ് മാത്രമാണ് മൈഗ്രേറ്റഡ് ആവുന്നത്. സോ ആ ഇൻഡിവിജ്വലിന്റെ അല്ലെലിക് ഫ്രീക്വൻസി ആയിരിക്കും നമുക്ക് അതായിരിക്കും അവിടെ മെയിൻ ആയിട്ട് ആ ഒരു പുതിയ പോപ്പുലേഷന്റെ അല്ലെലിക് ഫ്രീക്വൻസിനെ ഡിസൈഡ് ചെയ്യുന്നത്. സോ അങ്ങനെ മൈഗ്രേഷൻ വഴി ഒരു പുതിയ പോപ്പുലേഷൻ ഉണ്ടാക്കുന്ന ആ ഒരു സെലക്ടഡ് ഇൻഡിവിജ്വൽസ്, അപ്പം സെലക്ടഡ് അലീൽസ് മാത്രം കൊണ്ട് പുതിയ പോപ്പുലേഷൻ ഉണ്ടാകുമ്പോഴാണ് അതിനെ ഫൗണ്ടേഴ്സ് എഫക്ട് എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The lack of linear correlation between the genome size and genetic complexities among various species is known as. So, നമ്മളുടെ ജീനോം സൈസിനും ജനറ്റിക് കോംപ്ലക്സിറ്റിനും ഒരു ലീനിയർ കോറിലേഷൻ ഉണ്ടാവണം എന്നില്ല. അതാണ് ലാക്ക് ഓഫ് ലീനിയർ കോറിലേഷൻ എന്ന് പറയുന്നത്. സോ പലതരം ജനറ്റിക്കലി കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിസംസ് അവർ അത്രയും കോംപ്ലക്സ് അല്ലാത്ത ഓർഗാനിസത്തിനേക്കാളും കുറവായിരിക്കും അവരുടെ ജീനോം സൈസ്. സോ ബേസിക്കലി കോംപ്ലക്സിറ്റി കൂടി എന്ന് വെച്ചിട്ട് ജീനോം സൈസും കൂടണം എന്നില്ല. സോ ഇത് പല റീസൺസ് കാരണമാവാം. സോ ഒന്നില്ലെങ്കിൽ മറ്റേ നോൺ കോഡിംഗ് ആയിട്ടുള്ള സീക്വൻസ് കൂടുതലാവുന്നതിന്റെ കാരണം അത് ആവാം, ജീൻ ഡ്യൂപ്ലിക്കേഷൻ വഴി ആവാം. സോ ഇങ്ങനെ പല റീസൺസ് കാരണം ഈ ഒരു കോറിലേഷൻ ലാക്ക് ആവുന്നുണ്ട് ബിറ്റ്വീൻ ജീനോം സൈസ് ആൻഡ് ജനറ്റിക് കോംപ്ലക്സിറ്റി. സോ മോർ കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിസത്തിന് ലോവർ കോംപ്ലക്സിറ്റി ഉള്ള ഓർഗാനിസത്തിനേക്കാളും ജീനോം സൈസ് കൂടുതലാവണം എന്ന് നിർബന്ധമില്ല. ആ ഒരു പാരഡോക്സ്, ആ ഒരു പാരഡോക്സിന് നമ്മൾ കൊടുത്തിട്ടുള്ള പേരാണ് സി വാല്യൂ പാരഡോക്സ്. സോ ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, സി വാല്യൂ പാരഡോക്സ്. ഓപ്ഷൻ ബി ജനറ്റിക് ഡൈവേഴ്സിറ്റി അല്ല, ജി വാല്യൂ പാരഡോക്സ് അല്ല, സെൻട്രൽ ഡോഗ്മ അല്ല. സോ ഇവിടെ സി വാല്യൂ പാരഡോക്സ് എന്നാണ് പറയുന്നത്. ഇവിടെ സി വാല്യൂ എന്ന് പറയുന്നത് ഹാപ്ലോയിഡ്, ഒരു ഹാപ്ലോയിഡ് സെല്ലിനകത്തുള്ള ജീനോം കോണ്ടന്റിനെയാണ് സി വാല്യൂ എന്ന് പറയുന്നത്. സോ നമ്മൾ ഹാപ്ലോയിഡ് ആണ് ജനറലി കൺസിഡർ ചെയ്യാറ്. സോ ഈ ഒരു ഹാപ്ലോയിഡ് ജീനോമിക് കോണ്ടന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജീനോമിക് സൈസ് എന്ന് പറയുന്നത് ജനറ്റിക് കോംപ്ലക്സിറ്റി ആയിട്ട് എപ്പോഴും കോറിലേറ്റഡ് ആകണം എന്നില്ല. സോ ആ ഒരു പാരഡോക്സിനെയാണ് നമ്മൾ സി വാല്യൂ പാരഡോക്സ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ഇതിന്റെ ഓപ്ഷൻ ഡിനകത്ത് സെൻട്രൽ ഡോഗ്മ എന്നുള്ളത്. നമുക്ക് സെൻട്രൽ ഡോഗ്മ എന്താണെന്ന് അറിയാം. സോ DNA ജനറ്റിക് ഇൻഫർമേഷൻ ഫ്ലോ എങ്ങനെയാന്ന് പറയുന്നതാണ് സെൻട്രൽ ഡോഗ്മ. അത് DNA to RNA
ആൻഡ് ദെൻ ടു പ്രോട്ടീൻ. ആ ഒരു രീതിയിലാണ് ഇൻഫർമേഷൻ സ്റ്റോർഡ് ആയിട്ടുള്ള ജനറ്റിക് ഇൻഫർമേഷൻ ഫ്ലോ ചെയ്യുന്നത്. ആ കോൺസെപ്റ്റിനെയാണ് നമ്മൾ സെൻട്രൽ ഡോഗ്മ എന്ന് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which one of the following does not contribute to microevolutionary change? So, following ഇത്രയും ഇവിടെ തന്നിരിക്കുന്ന ഫാക്ടേഴ്സിനകത്ത് ഏതാണ് മൈക്രോ എവല്യൂഷന് കോൺട്രിബ്യൂട്ട് ചെയ്യാത്തതെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് മ്യൂട്ടേഷൻ. സോ മ്യൂട്ടേഷൻ ആണ്, അതായത് നാച്ചുറൽ സെലക്ഷൻ അല്ലെങ്കിൽ എവല്യൂഷനുള്ള റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് മ്യൂട്ടേഷൻ ആണ്. മ്യൂട്ടേഷൻ ആണ് പുതിയ പുതിയ അലീൽസ് കൊണ്ടുവരുന്നത്. ഈ അലീൽസിനകത്താണ് നാച്ചുറൽ സെലക്ഷനും വേറെ കുറെ ഫാക്ടേഴ്സും ആക്ട് ചെയ്യുന്നത്. ഈ മ്യൂട്ടേഷൻ കൊണ്ടുവന്ന പുതിയ അലീൽസ് ആണ്. സോ മൈക്രോ എവല്യൂഷന് ഇമ്പോർട്ടന്റ് റോൾ ആണ് മ്യൂട്ടേഷൻ ഉള്ളത്. സോ ഓപ്ഷൻ 1 അല്ല ആൻസർ. ഓപ്ഷൻ 2 എന്ന് പറയുന്നത് റാൻഡം മേറ്റിംഗ്. സോ റാൻഡം മേറ്റിംഗ് ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. ബിക്കോസ് റാൻഡം മേറ്റിംഗ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഈ നാച്ചുറൽ സെലക്ഷൻ അല്ലെങ്കിൽ മ്യൂട്ടേഷന്റെ എഫക്റ്റിനൊക്കെ നള്ളിഫൈ ചെയ്യുന്ന, ബേസിക്കലി നാച്ചുറൽ സെലക്ഷന്റെയും സെക്ഷൽ സെലക്ഷന്റെയും ജനറ്റിക് ഡ്രിഫ്റ്റിന്റെ ഒക്കെ എഫക്റ്റിനെ നള്ളിഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് റാൻഡം മേക്കിംഗ് ഉള്ളത്. സോ റാൻഡം മേക്കിംഗ് മെയിൻ ആയിട്ട് ഹാർഡി വെയിൻബർഗ് ഈക്വിലിബ്രിയം ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ റാൻഡം മേക്കിംഗ് വേണം. സോ ഇവിടെ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. മൈക്രോ എവല്യൂഷന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ ഓപ്ഷൻ നോൺ റാൻഡം മേക്കിംഗ് ആയിരുന്നെങ്കിൽ അതും തെറ്റായിരുന്നേന്. സോ ഇവിടെ ബേസിക്കലി റാൻഡം മേറ്റിംഗ് ആണ് ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ. ബിക്കോസ് ഇവിടെ ചോദിച്ചേക്കുന്നത് വിച്ച് ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ടു മൈക്രോ എവല്യൂഷൻ എന്നാണ്. സോ ഓപ്ഷൻ 3 ജനറ്റിക് ഡ്രിഫ്റ്റും മൈക്രോ എവല്യൂഷന്റെ ഭാഗമാണ്. പിന്നെ നാച്ചുറൽ സെലക്ഷൻ. സോ ഉള്ള മ്യൂട്ടേഷനകത്ത് ആക്ട് ചെയ്തിട്ട് അവിടെ ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ളതിനെ സെലക്ട് ചെയ്യുന്നതാണ് നാച്ചുറൽ സെലക്ഷൻ. സോ നാച്ചുറൽ സെലക്ഷനും ജനറ്റിക് ഡ്രിഫ്റ്റും മ്യൂട്ടേഷനും മൈക്രോ എവല്യൂഷന്റെ ചേഞ്ചിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് റാൻഡം മേറ്റിംഗ് ആണ്. സോ റാൻഡം മേറ്റിംഗ് ബേസിക്കലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു എൻറ്റയർ എഫക്റ്റിനെ നള്ളിഫൈ ചെയ്യുന്ന റോളാണ് ഇതിനകത്തുള്ളത്. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിനകത്ത് ക്വസ്റ്റ്യൻസ് ഉള്ളത്. താങ്ക് യു.